മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്ന വഴിക്ക് ഞാൻ വണ്ടിയിരുന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ പോകുന്ന വഴിക്ക് ഈ വണ്ടിയും പറഞ്ഞ് ഞങ്ങൾ രണ്ടും അങ്ങ് ചത്താൽ മതിയത്. അത്ര വരെ ഞാൻ പറഞ്ഞു. അത്രയ്ക്ക് ഞാൻ എൻ്റെ ഉള്ളുരുവി ഞാൻ പറഞ്ഞു. ഇപ്പം രണ്ടിലും ഈ ചെറുക്കനാണ് കൂടുതൽ കുഴപ്പം വന്നത്. അത്രയും ചെറുക്കനങ്ങ് ഭയങ്കരമായിരുന്നു. ഞങ്ങളിട്ട് ഒരുപാടിട്ട് ഉരുക്കി കളഞ്ഞ് ചെറുക്കൻ. കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം വന്നേനായിരുന്നു. ഈ പറഞ്ഞതൊക്കെ എൻ്റെ കാലം കഴിഞ്ഞാൽ ആരുമില്ല സാറേ, എൻ്റെ കാലം കഴിഞ്ഞാൽ ആരുമില്ല. അവനെ തട്ടി ഉരുട്ടി കളയാതെ എവിടുന്നെങ്കിലും ആഹാരം കഴിച്ചാൽ. രണ്ടുപേരുണ്ട്. രണ്ടുപേർക്കും അങ്ങനെ ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ട്. പിന്നെ ഈ കഞ്ഞി വെക്കുന്ന മുന്നായിട്ട് എനിക്കിപ്പോൾ കഞ്ഞി വെക്കുന്നതാണ് മുന്നായിട്ട്. അവിടെ വെളിയിൽ കഞ്ഞി വയ്ക്കാൻ എനിക്ക് പേടിയാണ്. കാറ്റടിക്കുമ്പോൾ തീ കത്തത്തില്ല. അതൊരു വിഷമം. ദൈവമേ, ശാന്തിയോട് എന്തിനാണ് ഇത്ര ക്രൂരത? പുത്തൂർ ചെറുമങ്ങാട് സ്വദേശിനിയായ ശാന്തിയുടെ ജീവിതകഥ കേട്ടാൽ നാം അറിയാതെ പറഞ്ഞു പോകും. അത്രയ്ക്ക് കരളലിയിക്കുന്നതാണ് ഇവരുടെ കഥ. ചെറുമങ്ങാട് സുഭാഷ് ഭവനിൽ ഗോപിനാഥൻ ആചാര്യയ്ക്കും ഭാര്യ ശാന്തയ്ക്കും സുഭാഷ്, ശുഭ, സുധ എന്നിങ്ങനെ 3 മക്കൾ. പഠിത്തത്തിലും ഇവർ മിടുക്കരായിരുന്നു. സുധ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാനസിക രോഗം പിടിപെടുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂത്ത മകൻ സുഭാഷിനും ഇതേ രോഗം കീഴടക്കുന്നു. തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും ഉപയോഗിച്ച് രണ്ടാമത്തെ മകളായ ശുഭയെ വിവാഹം കഴിപ്പിച്ചു. എന്നാൽ ആ സന്തോഷം കൂടുതൽ നാൾ നിന്നില്ല. കുടുംബത്തിനേറെ സഹായിയായിരുന്ന മരുമകൻ ജോലിക്കിടയിൽ വൈദ്യുതാഘാതമേറ്റ് മരണമടഞ്ഞു. ഭർത്താവായ ഗോപിനാഥൻ ആചാര്യയും മരണപ്പെട്ടതോടെ സുഖമില്ലാത്ത 2 കുട്ടികളെയും കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ശാന്ത. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം പൗത്രേശം ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റും സഹായം കൊണ്ട് ഏറെക്കുറെ പൂർത്തിയായി. ശാന്തയുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി കൂടെ നിന്ന സഹോദരൻ മോഹനനും കിടപ്പിലായപ്പോൾ ശാന്തയുടെ സ്വപ്നഭവന നിർമ്മാണം പാതി വഴിയിലായി. വയറിങ്ങും കതവും മറ്റുമാണ് ഇനി നിർമ്മിക്കാനുള്ളത്. നമ്മളിൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ നൽകാൻ കനിവുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പം 1 വർഷത്തിൽ കൂടുതലായി പഞ്ചായത്തിൻ്റെ വീട് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒക്കുന്ന രീതിയിലൊക്കെ ഇത്രയൊക്കെ ആക്കി. ഇപ്പോൾ വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യുന്നതിന് യാതൊരു നിവൃത്തി ഇല്ല എൻ്റെ കയ്യിൽ. ഞാൻ ഓഫീസിൽ പോകുന്നതായിരുന്നു. ഇപ്പം പ്രശ്നമായ ശേഷം എനിക്കൊരു കാലും വയ്യ, എൻ്റെ നടുവും വയ്യ. ഞാൻ പിന്നെ ചിലവ് കഴിയാൻ നിത്യവൃത്തിക്ക് അങ്ങ് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് വയ്യ. നടുവന പ്രശ്നം കൂടുതൽ. അതേപോലെ കാലും, ഇടത്തെ കാലിന് ഭയങ്കര വിഷമം. പിന്നെ മോനാണെങ്കിൽ മാനസികമായിട്ടുള്ള വയ്യാത്തൊരു കൊച്ച. എന്നാലും അത് തൊഴിലുറപ്പിനകത്ത് പോയി വല്ലപ്പോഴും ചോവുമായിരുന്നു. ഇപ്പം പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ്. വീടിന് ഇത്രയും പണി കിടക്കുന്നു. കഞ്ഞി വയ്ക്കാൻ മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് കാറ്റും മഴയും വന്നു പോയാൽ എങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങി കഞ്ഞി വയ്ക്കും, തീ കത്തിക്കുമോ എന്നുള്ളൊരു വെപ്രാളം എൻ്റെ മനസ്സിനകത്തുണ്ട്. മെമ്പർ വരുന്നു ഞാൻ പറഞ്ഞു. നാളെ മെമ്പറത്ത് പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്തുണ്ട്. അപ്പം അവരെ കൊണ്ട് മെമ്പർ നല്ലപോലെ ഞങ്ങൾക്ക് സഹായം തന്ന് ഗ്രാമസേവന സഹായം തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാൽ കൂടുന്നില്ലല്ലേ? എന്തോ അത് കൂട്ടിയാൽ കൂടുന്നില്ല. അത് കൂടുന്നില്ല. മക്കളൊക്കെ എങ്ങനെ? വേറെ മോനല്ലാതെ? മോന് 2 പെൺകൊച്ചുങ്ങൾ. മെമ്പർക്ക് അറിയാം മോളെ അവസ്ഥ ഇതല്ലേ. ഇളയ കൊച്ച് പിന്നെ ഒരു സ്ഥാനത്താക്കിയിരിക്കുക. 2 കണ്ണിന് ഓപ്പറേഷൻ ചെയ്തപ്പോൾ നോക്കാൻ ആരും ഇല്ലായിരുന്നു. സത്യമാണ്. അതാണ് അതിൻ്റെ സത്യം. ഞാൻ അതിനൊരു ഭാഗത്തോട്ടാക്കി. മരുമോന് 4 വർഷം ആയി. ഇപ്പോൾ ഈ ജൂണിൽ 4 വർഷമായി മരിച്ച്. ഈ കറണ്ട് പണിക്ക് കൊട്ടാരിക്കര വെച്ച് കറണ്ടിൻ്റെ പണിക്ക് അങ്ങോട്ട് ചെന്നപ്പം എടുത്ത് മിഷൻ അത് തിരിച്ചു വന്ന് അടിച്ചു. ഞങ്ങൾ കേസ് കൊടുക്കുന്ന എങ്ങനെ ഒരു വീട്ടുകാർക്ക് പോയത്. അത് അവർ 25,000 വേറെ 25,000 രൂപ ഡിപ്പോസിറ്റായിട്ട് കൊച്ചുങ്ങളെ 2 പേരിട്ടു. അല്ലാതെ ഒന്നും. അന്നേരം എല്ലാ ബന്ധുക്കളും പറഞ്ഞു കേസ് കൊടുത്താൽ എന്തോ എവിടെ ആര് പോവാനാ കേസിന്. ഇവർക്ക് സഹായം ചെയ്യുന്നവരെന്തായാലും ഒരു പുണ്യമാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ചികിത്സയ്ക്ക് 2 കുട്ടികൾ മാനസിക രോഗികളായതിൻ്റെ പേരിൽ ഇവർക്ക് ചികിത്സയ്ക്ക് നല്ലൊരു തുക മാസത്തിലും ആവശ്യമാണ്. അതുകൂടാതെ ആ മൂത്ത കൊച്ചിൻ്റെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് ആ 2 കുട്ടികളുടെയും കൂടെ ചുമതല ഇപ്പോൾ ഇവരുടെ ചുമതലയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ പൂർത്തിയാവാതിരിക്കുന്നത് അവർ ടൈലിട്ടിട്ടില്ല, തറ തേച്ചെടുത്തിരിക്കുകയാണ്. അത് മതി. പക്ഷേ അവർക്ക് ആ ബാത്റൂമും ശരിയാവണം, പിന്നെ അടുക്കള ശരിയാകണം, പിന്നെ പ്ലംബിങ്ങും വയറിങ്ങും. ഇത്രയും ജോലിയായി ഇനി കിടക്കുന്നത്. അതും കൂടെ ഒന്ന് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ കതകും 2 വശത്തെയും കതക് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കയറി കിടക്കാം, സുരക്ഷിതമായിട്ട് കിടക്കാം. ഇതിപ്പോൾ അവരെ വാടക വീട്ടിൽ മാറ്റാതെ തന്നെ ഈ പഴയ വീടിൻ്റെ 2 മുറി നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ അതിൻ്റെ ബാക്കിലോട്ട് വീട് വെക്കാൻ സാധാരണ അങ്ങനെ സമ്മതിക്കുന്നതല്ല. മൊത്തം പൊളിച്ച് മാറ്റിയിട്ടേ ചെയ്യാൻ പറ്റൂ.
പക്ഷേ ഇടമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ രീതിയിൽ അവരെ സുരക്ഷിതരാക്കിക്കൊണ്ടാണ് ഇത്രയും ചെയ്തത്. ഇപ്പം അവർക്ക് അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വളരെ ഒരു നമുക്കെല്ലാവരും ഈ കേൾക്കുന്ന എല്ലാവരും ഇവരുടെ ഈ ഒരു പ്രശ്നം പരിഹരിച്ച് അവരെ ഈ വീട്ടിലേക്ക് കയറി താമസിപ്പിക്കുന്നതിന് നമ്മളെല്ലാവരും കൂടി മനസ്സ് വെച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ ഒന്ന് സംരക്ഷിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരിയാണ്. ശോഭയാണ്. ഇതെല്ലാം പഞ്ചായത്ത് കെട്ടി തന്നെയല്ലേ? പഞ്ചായത്ത് കെട്ടി തന്ന് ഇത്രയും ചെയ്തു. ഈ പെരയിൽ ഇത്രയും ചെയ്തു ഒരു പൂച്ച ഇറങ്ങി പോകുന്നത് എനിക്ക് പേടിയായി. പട്ടി അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് പേടി. ഈ പെരയുടെ ഇത്രയും ചെയ്തു തന്നവർ അവരെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ചെയ്തു തന്നു. ഇനി അവർ പറയുന്നത് ഇവിടെ ഇത് തേക്കാനുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിൽ ഇവിടെ കഥ വിടാൻ ഇത്രയൊക്കെ അവർ ചെയ്തു തന്ന് പഞ്ചായത്തിന് തന്ന മെമ്പറും ഒക്കെ കൂടെ നല്ല സഹായം ചെയ്തു. ഇത്രയൊക്കെ ചെയ്തു തന്നു. അന്നേരം ഇത്രയും ചെയ്തു തന്നു. പിന്നെ ഈ അടുപ്പിനകത്ത് ഞാൻ പറഞ്ഞ ടൈലൊന്നും നമ്മളാ തറയിലൊക്കെ സിമെൻ്റ് അങ്ങ് ചെയ്താൽ മതി. അതിന് അത്രയും സഹായം ചെയ്യാം. എനിക്ക് ടൈലും പിടിക്കത്തുമില്ല. ഉള്ള ടൈലിലാകുമ്പോൾ ആ മെമ്പറുടെ സഹായം നല്ലപോലെ എനിക്ക് ഒരിക്കലും മറക്കാക്കത്തില്ല. ഭംഗിയായിട്ട് ഞാൻ ഒരിക്കലും മറക്കാക്കത്തില്ല ഒരു കാര്യം. ആ ഗ്രാമസേവക സാറും മതി തന്നെ കഥ വിട്ടിട്ട് അറിയിക്കണമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് തന്നെ ഇവരുടെ ഈ അവസ്ഥയെല്ലാം കൂടെ കണ്ടിട്ട് ഞാൻ കയറിയപ്പോൾ തൊട്ട് നമ്മൾ അതിന് മുമ്പായാൽ തന്നെ ഇവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇവരെ നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ ഒന്നാമത്തെ, അതായത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് 19 വാർഡുണ്ടതിൽ ഒന്നാമത്തെ ആൾ ഈ ചേച്ചിയായിരുന്നു. അങ്ങനെ ഉൾപ്പെടുത്തി വീട് അനുവദിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ ഈ അതിദരിദ്ര വിഭാഗത്തിൻ്റെ കണക്കെടുപ്പും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരെ അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവർക്ക് എല്ലാ വർഷവും നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഭയങ്കര സഹായമായിരുന്നു. കിറ്റ് കൊടുക്കും, വസ്ത്രം കൊടുക്കും. പിന്നെ അവർക്കിപ്പം യാത്ര ചെയ്യുന്നതിനുള്ള ID കാർഡും അതെല്ലാം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈഫ് ഭവന പദ്ധതിക്കകത്ത് തന്നെ ബാത്റൂം ഉണ്ടെങ്കിൽ തന്നെയും 12,000 രൂപ വീണ്ടും ബാത്റൂമിന് സാറ് കൊടുക്കാവുന്നത് പുതിയ പദ്ധതിയാണ്, സ്കീമാണ്. പക്ഷെ അതൊന്നും ആയിട്ടില്ലെങ്കിലും അത് കിട്ടും. പക്ഷെ എങ്ങനെയൊക്കെ പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച സെക്രട്ടറി ഞാനുമായിട്ട് കാര്യം ഒന്ന് സംസാരിച്ചാൽ പറഞ്ഞു, സാറേ എൻ്റെ വാർഡിലൊരു അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയുണ്ട്. പക്ഷേ അവർക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമ്മൾ വീട് കൊടുത്തെങ്കിൽ തന്നെയും അവർക്ക് പണി പൂർത്തീകരിക്കാൻ പറ്റത്തില്ല ഒരവസ്ഥയാണ്. മക്കൾ 2 പേരും മാനസിക രോഗികളാണ്. പിന്നെ ഒരു മോളുള്ളത് അതിനെ കല്യാണം കഴിച്ച് അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അങ്ങനെ അതും വിധവയാണ്, ഈ അമ്മയും വിധവയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞത് നമ്മളിപ്പോൾ ലൈഫിൻ്റെ വീട് കൊടുത്ത് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മെമ്പറെ. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്പത്തുള്ളവരെ കണ്ടിട്ട് സഹായിക്കാൻ കഴിവുള്ളവർ അവരെ സഹായിക്കുക എന്ന് മാത്രം. വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ബാത്റൂം ശരിയാക്കണം ഇല്ലയോ, ബാത്റൂം വേണം, പിന്നെ വയറിങ് ചെയ്യണം, പ്ലംബിങ്ങും വയറിങ്ങും. ഇത്രയും സാധനങ്ങൾ ഇനി അവർക്ക് വേണം. അത്രയും ആവശ്യമുണ്ട് അവർക്ക്. അന്നേരം ഇത് കേൾക്കുന്നവർ സഹായിക്കുവാണെങ്കിൽ അത് വലിയൊരു പുണ്യകർമ്മമായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അവരുടെ അവസ്ഥ അത്രയ്ക്ക് ദയനീയമാണ്. നമ്മളെ കൊണ്ട് ഒരാളെ കൊണ്ട് ഇപ്പം എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പരമാവധി ഞാൻ സഹായിച്ചു. അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയുടെ കുടുംബം നോക്കുമ്പോൾ മോളും അതേപോലെ. മോളെ കോട്ടാത്തരയായി കൊണ്ടുപോയതെങ്കിൽ തന്നെയും മോളും മോളവസ്ഥ എല്ലാം എന്നെ വിളിച്ച് പറയും. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെയാണ് വിളിക്കുന്നത്. അത് എന്നെ വിളിച്ച് ചോദിച്ചതിന് ശേഷം അവിടുത്തെ മെമ്പറോട് പോലും പറയുന്നത്. അന്നേരം അത്രമാത്രം ദുഃഖത്തിൽ കഴിയുന്ന ഒരു കുട്ടിയാണ് അത്. പിന്നെ ഇതുപോലൊരു ചാരിറ്റബിൾ സൊസൈറ്റിക്കാരെ അവർക്ക് ഒരു വീട് വെച്ച് കൊടുത്തു. അതും ലൈഫിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റുകാർ ഒരു വീട് വെച്ച് കൊടുത്ത് അതും അങ്ങനെ. പക്ഷെ അതിനും സ്ഥായിയായ ജോലിയൊന്നുമില്ല, അതിന് സുഖമില്ലാത്തതാണ്. ഈയിടെയായിട്ട് അംഗൻവാടിയിലെ ഒരു ടെസ്റ്റിന് വിളിച്ച് അവള് വയ്യ. അതും ഈ പറഞ്ഞ ജോലി ചെയ്തോ അതും ഈ പറഞ്ഞണക്കാ. എന്നാലും ആ ടെസ്റ്റിന് പോയി അവള്. കിട്ടുമോ കിട്ടത്തില്ലയോ അതൊന്നും നമുക്കറിഞ്ഞൂടാ. എംപ്ലോയ്മെന്റ് പേര് എത്ര രൂപയാവും പറഞ്ഞമ്മ ഇത് ആൾക്കാരെ?
ആ ഒരു വയറിങ്ങും പ്ലംബിങ്ങിനൂടെ 10-40 എന്നാൽ വേറൊരു വീട്ടുകാർ അവർ വയ്ക്കുന്ന 10-40,000 രൂപയാവുമെന്നാണ് പറയുന്നത്. സുഖയാണോ? ആ 40 എന്ന് പറയുന്നത് 40 ആവുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ഇത്ര അറിഞ്ഞും കൂടാ, ഇത് വിളിച്ച് കാണിച്ചിട്ടില്ല. അപ്പം പണി ഇന്ന് മേശി ചേർക്കാൻ പറഞ്ഞത്. ശാന്ത വീട്ടുപേരെന്തോ? വീട്ടുപേര് സുഭാഷ് ഭവനം. സുഭാഷ് ഭവനം ആലക്കമുക്കിൽ. ചെറുമങ്ങാടൻ പഞ്ചായത്തിൽ 3-ാം വാർഡ്. ആലക്കമുക്കിന്ന് ഉള്ളിരിപ്പിൽ ക്ഷേത്രത്തിലോട്ട് പോകുന്ന പാടിക്ക് മോട്ടറൊക്കെ ആ കൊച്ചാ മേടിച്ച് തന്നത്. പിന്നെ മരുമോൻ്റെ ചേട്ടനായതുകൊണ്ട് അവൻ പിന്നെ എൻ്റെ കൂടെ അങ്ങനെ കൂടുതൽ കടക്കം പറഞ്ഞിട്ടില്ല. ഇപ്പം പിന്നെ ഇവിടെ തറയൊക്കെ ഇട്ടെല്ലാം വൃത്തിയാക്കി. പക്ഷേ കയറി താമസിക്കണം ഈ അടുത്ത മഴയ്ക്കൊക്കെ മുമ്പ്. എനിക്ക് അതായത് വിഷമം. ഈ കാലില്ലാണ്ട് നീര് വന്നിറങ്ങി ആങ്ങളെ കാണാൻ പോയപ്പോഴും ഒരു കൊച്ചു ആടാ കൊട്ടാരിക്കരയോ പ്രസവത്തിന് ഒരു 2 സ്റ്റെപ്പ് കയറി നീരും അങ്ങ് വന്നിറങ്ങി. നടുവയ്യ സംരക്ഷിക്കാൻ പറ്റത്തില്ല, എവിടെയോ കൊണ്ടാക്കിയിരിക്കുക. അമ്മയുടെ ഇളയ കൊച്ച് 2 പെൺപിള്ളേരുണ്ട്. 2 പെൺകൊച്ചുങ്ങളാ ഉള്ളത്. 2 കൊച്ചുങ്ങളിൽ മൂത്തതിനെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ ഇളയ കൊച്ചു പിന്നെ ഏറ്റവും അതിന് നേരെ ഇളയത് ആൺകൊച്ചാ, ഏറ്റവും ഇളയത് ഒരു പെൺകൊച്ച്. അത് 2 കുഞ്ഞുങ്ങൾക്ക് മാനസിക പ്രശ്നമുണ്ട്. മാനസിക പ്രശ്നം 2 കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഈ മെമ്പറോട് ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അല്ല അറിയാം. അപ്പോൾ ഈ കൊച്ചിനും കൂടെ എൻ്റെ പെൻഷൻ കിട്ടുമ്പോൾ ഞാൻ അതിനിട്ട് വരുന്ന ഡ്രസ്സുകൾ, സോപ്പ്, എണ്ണ ഇതൊക്കെ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഗുളിക വാങ്ങിക്കാൻ കൊട്ടാരിക്കാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ ഇപ്പം അടുത്ത സമയത്ത് പിന്നെ അവർ ഹെൽത്ത് രേഖയായിട്ട് വിളിച്ച് അവിടെ നിന്ന് ഗുളിക കൊടുക്കുന്നു. എനിക്ക് തീരെ വയ്യാതായപ്പം നടുവയ്യാന്ന് പറഞ്ഞ് പിന്നെ മറ്റോളെ കൊടുത്തയക്കും ഗുളികയൊക്കെ. ഡ്രസ്സുകൾ ഇടാനുള്ളതും ഉടുക്കാനുള്ളതും സോപ്പ് ഇതും കൊണ്ട് കൊടുക്കും. അതെല്ലാം പെൻഷൻ നിന്നാൽ അപ്പം ഞങ്ങൾക്ക് ആഹാരത്തിൽ പൈസ കുറയും. എന്നാലും വേണ്ടൂല, കുഞ്ഞുങ്ങൾ നല്ലതാവട്ടെ എന്ന് പറഞ്ഞ് അവിടെ സ്വച്ഛമായിട്ടാണ് നിൽക്കുന്നത്. ചികിത്സയൊക്കെ അവർ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സമാധാനം ഉണ്ടല്ലോ. ഈ 2 പേരെയും കൂടെ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. ഇതിനെ ആശുപത്രി കൊണ്ടുപോകണം. അത് ആദ്യം മെഡിക്കൽ കോളേജിലായിരുന്നു പോകുന്നത്. എൻ്റെ ഊപ്പാടൊന്നും പോയി. ഞാൻ മെഡിക്കൽ കോളേജിൽ പോകുമ്പം വഴിയിൽ എനിക്ക് ഛർദ്ദിക്കാൻ വിമ്മിഷ്ടം പോലെ ശ്വാസം മുട്ടുന്ന എന്തോ എനിക്ക് അറിഞ്ഞൂടെ. ഗ്യാസ് കയറി വരും. ഒരിക്കൽ പോയപ്പോൾ ചീരങ്കാവി വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് സുഖമല്ലേ, എന്നെ ചീരങ്കാവി ആശുപത്രിയിലാണ് ഇറക്കിയെങ്കിൽ വണ്ടി നിർത്തിയെങ്കിൽ പറയാം എന്നും പറഞ്ഞിരുന്ന് എങ്ങനെയെങ്കിലും അങ്ങ് എത്തിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി കൊല്ലത്താവണം കൊണ്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല ഈ മെഡിക്കൽ കോളേജിൽ വരാൻ ചെറുക്കനെയും കൊണ്ട്. അങ്ങനെയാണ് കൊല്ലത്ത് പിന്നെ പോയത്. ഭയങ്കര അവസ്ഥയായിപ്പോയി ഈ ചെറുക്കൻ്റെ കാര്യം കൊണ്ട്. കുറേ കടന്നാലും ഈ മെമ്പർക്ക് അറിയാം എല്ലാവർക്കും അവൻ്റെ കാര്യങ്ങളെല്ലാം. അവിടുത്തെ ആൺകൊച്ചുങ്ങളൊക്കെ എല്ലാം ഞങ്ങളെ അറിയാം. ഇവരച്ഛനും എല്ലാം ഞങ്ങളെ അവസ്ഥ അറിയാം. മെമ്പർക്ക് അറിയാം. അവർ മേലല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്, എല്ലാം അറിയാം. ഒരുപാട് അവന് വേണ്ടി ഞാൻ കിടന്ന് ദുരിതപ്പെട്ട് അവസാനം ഞാൻ പറഞ്ഞു